ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈവനിങ് ഞാൻ കുറച്ച് തിങ്സ് മേടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് ഇറങ്ങിയതാണ്. കൊറിയൻ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഇട്ടു. ഇവിടെ ഞാനിത് കണ്ടിട്ട് ഇതൊക്കെ എന്താണൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം പലതരത്തിലുള്ള ഐറ്റം സാധനങ്ങളാണുള്ളത്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നു, ഓരോന്നും കാണാനുള്ള പരിപാടി വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം കണ്ട്, ഒരു ബിസ്ക്കറ്റാണ് ഇത്. നമ്മുടെ നാട്ടിലൊരു 30 റുപ്പീസിന് കിട്ടുന്ന ഒരു ബിസ്ക്കറ്റാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ 1 KD സംതിങ് ഉണ്ട്, നാട്ടിലൊരു 400 സംതിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ചു. പിന്നെ ഞാനൊരു സംഭവം കണ്ട്, ഒരു ബൈക്കിൻ്റെ മുകളിൽ കുറച്ച് തിങ്സൊക്കെ ഇതാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല ആംബിയൻസ് ആയിരുന്നു ഇവിടെ. ഈ ബോട്ടിലൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ കാണാതെ നമ്മൾ പുതുതായിട്ട് കാണുന്ന കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ കുറേ നൂഡിൽസ് ഉണ്ട്, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൂഡിൽസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതൊന്നും അറിയാത്തതുകൊണ്ട് ട്രൈ ചെയ്യാന്നുള്ളൊരു ഇത് തോന്നിയില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ അവിടെ തന്നെ വെച്ചു. ഫുൾ അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ ഉണക്കൽ മീനിൻ്റെ ലുക്കൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ട്. ഫുള്ള് കളർഫുള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാണാതെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇതെന്താ സംഭവം എന്നൊക്കെ നോക്കാമെന്നുള്ളൊരു ഇതുണ്ടായി. പക്ഷേങ്കിലൊന്നും ഞാൻ പർച്ചേസ് ചെയ്തില്ല, കാര്യം എനിക്ക് പറ്റിയൊരു സംഭവം അവിടെ അല്ലായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം കാണുന്ന ഞാൻ ASMRൽ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ഫ്രണ്ട് റൈസ, ഇതിൻ്റെ ക്ലൈൻറ്റാണ്. അവൾ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൊറിയൻ ഷോപ്പ് ഉണ്ട് കാരണം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എന്തൊക്കെയോ തരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം, ഇത് സുഷി എന്ന് പറയും. സുഷി ഇത് കണ്ടിട്ടൊരു എന്താ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ വീഡിയോസിലൊക്കെ, പക്ഷെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയില്ല. എങ്ങനെ അറിയില്ല അതെങ്ങനെ കുക്ക് ചെയ്യേണ്ടി ഒന്നും. ആൾ വെയിറ്റ് കട്ടിങ് ആണ്, എന്നിട്ടാ ചോദിക്കുന്നത് എന്നോട് കഴിക്കാൻ പറ്റുമെന്ന്. പിന്നെ ഈ ഒരു സംഭവം, ഇത് ഞാനും എൻ്റെ മിസ്റ്റർ ബീനിൽ കണ്ടിട്ടുണ്ട്. ഇത് ഇവർ കഴിക്കുന്നത് മിസ്റ്റർ ബീന്, പക്ഷേങ്കിൽ ഞാൻ ട്രൈ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് അടിപൊളിയാണോന്ന്. എനിക്കൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കണത്. അങ്ങനെ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞു. ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. നമുക്ക് സാധാരണ നമ്മൾ നോർമൽ സംഭവങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ. കാര്യം ഇവിടുത്തെ സംഭവങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നൊക്കെയാണ്. ദെൻ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കിയായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് കയറി തായ് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ തായ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. പലതരത്തിലുള്ള ഫുഡ് ഓർഡർ ചെയ്ത് ഈ ഒരു ചട്ടിയിലുള്ളത്, ഈ ഒരു പാത്രത്തിലുള്ളത് അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് നാട്ടിലിൻ്റെ അമ്മ ഉണ്ടാക്കണം അതേ ടേസ്റ്റ്, നമ്മൾ സാധാരണ നോർമൽ മീൻകറി മാതിരി. അപ്പോൾ അവൾ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു, ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയത്. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓവർ മസാലയൊന്നും ഇല്ലാതെ നോർമൽ ഫുഡ് മാതിരി കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത്രയും ഫുഡൊന്നും കഴിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു, കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബാക്കിയുള്ളത് പാർസലെടുത്ത് അങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാൻ കഴിച്ചു. നമ്മൾ രണ്ടാം ഡിഫറെൻറ്റ് റൂമാണ്, എന്നിട്ട് ക്ലൈൻറ്റാണ്. അപ്പോൾ അവളെ റൂമിൽ പോയി അവൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് കുവൈറ്റിൽ. നല്ല എൻജോയ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തള്ളലൊക്കെ തള്ളിയിട്ടാണ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ഞാൻ ടാറ്റാ ബൈ.